ഇവിടെ ഇരിക്കുവായിരുന്നോ? അതെ അമ്മായി. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വിവാഹമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ? ഹാപ്പി ആയിട്ടിരിക്കേ. എന്താ അമ്മായി? ആരാ ഇവര്? മോക്കറിയില്ലേ? ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന പാർലറില്ലേ, അവിടുത്തെ സ്വാതി നീതുവാ ഇത്. അല്ല, ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? അമ്മായി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മാഡത്തിന്റെ ഫേസ് എല്ലാം ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തു പറ്റി മാഡത്തിന് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത? അതും വിവാഹമായിട്ട്? അങ്ങനെയൊന്നുമില്ല. എന്നാ നിങ്ങൾ സമയം കളയണ്ട, മോളെ ഒരുക്കാൻ നോക്ക്. എന്നെ ഒരുക്കാനോ? എന്തിന്? അത് നല്ല ചോദ്യം. നാളെ വിവാഹമായിട്ടേ ഇന്ന് നമുക്ക് ആഘോഷമൊക്കെ വേണ്ടേ മോളെ? എന്താഘോഷം അമ്മായി? മോൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നേ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വിവാഹ തലേന്ന് പെണ്ണിനെ അണിയിച്ചൊരുക്കി ഹൽദിയൊക്കെ നടത്താറില്ലേ, ഈ മഞ്ഞൾ കല്യാണമൊക്കെ പോലെ. ഋതിക മാഡത്തിന് ഇതൊക്കെ അറിയായിരിക്കല്ലോ. അംബിക മാഡം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മാഡം എന്തോ ആലോചിച്ചിരിക്കായിരുന്നു, അതാ ഫേസ് ഒക്കെ ഡള്ളായിരിക്കുന്നെ. ഋതുമോളെ, ഇതൊന്നും ശരിയാവില്ല. നാളെ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മുൻപായി ദീപകിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോ ഹൽദിയൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കണ്ടേ? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമല്ലേ നിങ്ങളുടെ വിവാഹം. അപ്പോ ആ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് ശരിയാണോ? അങ്ങനെ കുറവ് വന്നാ പ്രതാപനത് വിഷമാവൂ. അതുകൊണ്ടേ മോള് പെട്ടെന്ന് റെഡിയാവണം കേട്ടോ. വേണ്ട അമ്മായി, സോറി, എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഋതിക മോളെ, അമ്മായി പറയുന്ന കേൾക്ക്. വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നാ ഞാനത് പ്രതാപനോട് പറയും. എന്നെ ദേഷ്യപ്പെടുത്തിന്ന് അറിഞ്ഞാ പ്രതാപൻ അത് വിഷമാവും. പ്രതാപനെ ഞാൻ വിളിക്കണോ അതോ നീ പോയി ഒരുങ്ങുന്നോ? അയ്യോ മാഡം, താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. മാഡം എങ്ങനെ സന്തോഷമില്ലാതെ ഹൽദിക്ക് വന്ന് നിന്നാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടതല്ലേ? ഒരുപാട് ആൾക്കാരും വരും. ഒന്നോടൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാൻ ഒന്നുമില്ല. അംബിക വിവാഹത്തലേന്ന് ഹൽദി നടത്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി നടക്കും. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവൾക്ക് മേക്കപ്പും ചെയ്യും. പിന്നെ ഇവളുടെ മുഖത്തുള്ള വിഷമമായിരിക്കുമല്ലോ ഇവളുടെ മുഖത്ത് പ്രകടമായി നിൽക്കുന്നേ, അത് അവളങ്ങ് മാറ്റിക്കോളും. ഇവള് ചിരിച്ചോണ്ട് വന്ന് നിൽക്കും. ഇത് അംബികയാ പറയുന്നേ. നിങ്ങൾ ഇവിടെ റെഡിയാക്കാൻ നോക്ക. ശരി മാഡം. നീ എടുക്കനാ രാജു. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നോട് പ്രത്യേക മതിപ്പാ. ഒരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ച അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കും. ഫംഗ്ഷനൊക്കെ കഴിയുമ്പോഴേ നീ എന്നെ വന്നൊന്ന് കാണണം. നല്ലൊരു തുക നിനക്ക് ഞാൻ സ്നേഹസമ്മാനമായിട്ട് തരുന്നുണ്ട്. അതൊന്നും വേണ്ട അംബിക മാഡം, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഈ കുടുംബത്തിൽ ഞാൻ ഒരു ജോലിയും ചെയ്യുന്ന. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ രാജു? നിന്റെ ഋതിക മാഡത്തിന്റെ വിവാഹത്തിന് നല്ലൊരു ഡ്രസ്സ് ധരിച്ചു വേണ്ടേ നീ വന്ന് നിക്കാൻ? നിനക്ക് മാത്രമല്ല, നിന്റെ വീട്ടുകാർക്കും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. അതൊക്കെയല്ലേ എന്റെ ഒരു സന്തോഷം. യാമിനി, നീ ചെന്നേ ഋതുമോളെ വിളിച്ചോണ്ട് വാ. ഞാനേ ദീപകിനെ കൂട്ടിക്കൊണ്ടുവരാം. യാമിനി ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് ഋതുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ. ശരി ചേച്ചി. പ്രതാപ, നീ ഇവിടെ നിൽക്ക്, ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. ശരി ചേച്ചി. രാജു, ഒന്നുക വന്നേ. സാറേ ഒരു മിനിറ്റ്. ചേട്ടാ, ശരാ, നീ എന്താ പറയാൻ തുടങ്ങുന്ന എനിക്കറിയാം. അത് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അല്ലേട്ടാ, ഋതുമോളുടെ ഭാവി
അവളുടെ വിധി അതായിരിക്കും ചേരാ. വിധിയെ മാറ്റാൻ നമുക്ക് മനുഷ്യർക്കാവില്ലല്ലോ. മോളെ, ദീപകേ റെഡിയായോ? ആമേ ആഹാ വാ. പോവാം. വാ. വാ മോളെ.